ആരിഫ് സർ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആ ഒരു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഒരല്പം വിചിത്രമാണ്. അല്ലെങ്കിൽ എന്താണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ? ഈ മുസ്ലിം സംഘടനകളുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഇവർ നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഇവരുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇത് വിവാദമാകാനിടയുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഈ ഒരു വളരെ ശുഷ്കമായ ആളുകൾ അംഗബലമായിട്ടുള്ള ഈ ഒരു സംഘടന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ മോശം ഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ആൾബലം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര വലിയ ആൾബലമൊന്നുമുള്ള ഒരു സംഘടനയൊന്നുമല്ല. ഈ മുജാഹിദ് വിഭാഗത്തിലെ ഒരു അവാന്തര വിഭാഗം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ അതിനെ ബിസ്ഡം എന്നാണ് വിളിക്കാറുള്ളത്. ഈ ബിസ്മയത്തിൻ്റെ ആളുകളാണ് ഇവരെന്നാണ് നമ്മൾ പറയാറുള്ളത്. അത് തെളിയിക്കുകയാണ് ഇവർ ചെയ്തത്. അതായത് ഇപ്പോൾ നമ്മൾ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ചില ചിത്രങ്ങൾ വരും. അതായത് ഇപ്പോൾ സ്ത്രീകൾ മൂടുപടമിട്ട് നടക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ചിത്രങ്ങൾ, അതല്ല ഈ വിദ്യാഭ്യാസം കൊടുക്കുന്ന സ്ഥലങ്ങൾ, അതായത് സ്കൂളുകളോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒക്കെ ഈ മറ കെട്ടിയിട്ട് ഇത് ചെയ്യുന്ന ഒരു ചിത്രം, ഇത് നമ്മുടെ മനസ്സിലേക്ക് വരുമായിരിക്കും. അങ്ങനെ ഓരോ സംഗതി, ഇപ്പോൾ മ്യൂസിക്കിനെതിരെ അവർ നടത്തുന്ന നീക്കങ്ങൾ, ഇപ്പോൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ തല്ലിപ്പൊട്ടിക്കുക, അതുപോലെ അത് ചെയ്യുന്ന ആളുകളെ വലിയ തോതിൽ ആക്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ജനാധിപത്യ മതേതര മര്യാദകളെ അതിനെ അവമതിക്കുക, അതിനെ കുറച്ച് കാണുക, അതിനു മുകളിലേക്ക് ഇവർ വെക്കുന്ന ഒരു മോറൽ ഒരു ഗ്രാൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുന്നൊരു സംഗതി, അത് അവിടെ ഒരു വലിയൊരു ഡിസ്പ്ലേ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മൾ പൊതുവെ ഈ താലിബാൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇതെല്ലാം അതേപോലെ നടത്തുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പറയുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നുള്ളത് ഈ അടുത്ത കാലത്തുള്ള അവരുടെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ഇത് കുറച്ച് ആളുകളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇതിനെ അങ്ങ് ഇഗ്നോർ ചെയ്യുന്നതാണ് പതിവ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിഷം എന്ന് പറയുന്ന സാധനം നമ്മളൊരു പാലിൽ കലക്കുമ്പോൾ വിഷം പാലിൻ്റെ അത്രയും വേണ്ട, അത് കുറച്ച് മതി. അത് ആ മൊത്തം സംഗതിയെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു പറയുന്ന പോലെ മുസ്ലിം സമുദായത്തെ മൊത്തത്തിൽ ഈ തീവ്രവാദ ചിന്താഗതിക്കാരാണ്, അവർ ഈ വിസ്മയത്തിൻ്റെ ആളുകളാണ് എന്ന് ചിന്തിപ്പിക്കാൻ പാകത്തിന് അവരെ കൊണ്ടെത്തിക്കുന്ന ഒരു പരിപാടി, അതാണ് സത്യത്തിൽ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം ആദ്യം തിരിച്ചറിയേണ്ടത് ആരാണ്? അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു കൂട്ടമാണ് സത്യത്തിൽ ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവരെ അപരവൽക്കരണം എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ സാധാരണ പറയുന്നതാണ്, മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു നിലവിളി നമ്മളിവിടെ കേൾക്കാറുണ്ട്. നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത്, ഈ അപരവൽക്കരണം സത്യത്തിൽ മുസ്ലിങ്ങൾ സ്വയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് വേറെ ആരും ചെയ്യുന്ന കാര്യമൊന്നുമല്ല. ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ ഒരു കാര്യം ചെയ്യുന്ന കൂട്ടമുണ്ടെങ്കിൽ അവിടെ ഇവർ വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്ന ഒരു രീതി, അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം. ഇപ്പോൾ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഈ സൂംബ വിഭാഗത്തിലാണ് ഏറ്റവും കൂടുതൽ അത് ചർച്ചയായത്. ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വെക്കുന്ന ഒരു കാര്യത്തിൽ അത് ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അതിനെ ആഭാസം എന്ന് വിളിക്കുന്നു, അതിനെ അഴിഞ്ഞാട്ടം എന്നൊക്കെ വിളിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത് പറ്റുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ, അവരെയും കൂടി കൊച്ചാക്കുന്ന രീതിയിലാണിത് വരുന്നത്, അവരെയും കൂടി പരിഹസിക്കുന്ന രീതിയിലാണിത് വരുന്നത്. എന്ന് വെച്ചാൽ അതിലൊന്നും അവർക്ക് വിഷമമില്ല, അവരുടെ ഏതെങ്കിലും നിയമങ്ങൾ അതിന് തടസ്സമാകുന്നില്ല, എന്നാൽ അതിനകത്തൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നിരിക്കെ ഇവർ പറയുന്ന കൾച്ചറലായിട്ടുള്ള ഒരു എന്തോ കാര്യം അവിടെ അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. കൾച്ചറലായിട്ടുള്ള സംഗതി എന്ന് പറയുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൾച്ചറലായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തും വാങ്ങിയും തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത് ഒരു ലാറ്റിൻ അമേരിക്കൻ ഒരു സംഗതി ഇങ്ങോട്ട് വന്നു, അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഇവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്നും തകർന്നു പോകാനൊന്നും പോകുന്നില്ല. പക്ഷേ ഈ പറയുന്ന ആളുകൾ എന്താ ചെയ്യുന്നത്? ഒരു അറേബ്യൻ സംസ്കാരമാണ് നമ്മുടെ നാട്ടിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പർദ്ദയായാലും ശരി, അങ്ങനെ ഏത് കാര്യം എടുത്ത് ഭക്ഷണത്തിൽ പോലും നമ്മൾ കാണുന്ന ഒരു സംഗതി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഒരു സംസ്കാരമുണ്ട്. അവരുടെ ഓരോ കാര്യത്തിലും നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു അധിനിവേശം തന്നെ നടത്തിയിട്ടുള്ള ഒരു കൊളോണിയൽ ഒരു സംഗതിയാണ് ഈ സത്യത്തിൽ ഈ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൻ്റെ ആളുകളാണ് പറയുന്നത് ഒരു സൂംബ, ഒരു ഫിറ്റ്നസ് ഒരു പ്രോഗ്രാം അത് ഒരു കൾച്ചറൽ ഇൻവേഷൻ ആണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ അത് തന്നെ വൈരുദ്ധ്യമായിട്ട് മാറുന്ന അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളെ ഒരു തരത്തിലും ഈ സമൂഹവുമായിട്ട് ഇഴുകിച്ചേരാനുള്ള അവസരങ്ങളിൽ അവർക്ക് അതിനുള്ളൊരു അവസരം നിഷേധിക്കുന്നതാണ് സത്യത്തിൽ ഇവിടെ കണ്ടുവരുന്നത്. അതിലിപ്പോൾ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നു ഈ വിസ്ഡത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന് മുന്നേ ഉണ്ടായിട്ടുള്ളൊരു മറ്റൊരു വിഷയമുണ്ട്. അത് പെരിന്തൽമണ്ണയിലൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്ന ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനോ അങ്ങനെ ഒരു സംഭവം ഇവർ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് 10 മണിക്ക് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്
ഇവിടുത്തെ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷനാണ്. ആർക്കും അതിനകത്ത് ഒരു ഒഴികഴിവുമില്ല. ഏത് മന്ത്രി സംസാരിക്കുകയാണെങ്കിലും 10 മണിയാകുമ്പോൾ ഓഫാക്കിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമം എന്നിരിക്കെ, ഇവർ അവിടെ വന്നുകൊണ്ട് പരിപാടി നടത്തുമ്പോൾ അത് 10:15 നിർത്തുന്നില്ല എന്ന് വരികയും അത് പരാതി പോവുകയും അങ്ങനെ പോലീസുകാർ വന്നിട്ട് അത് ആദ്യം അറിയിച്ചു, പിന്നീട് അവർ എന്നിട്ടും നിർത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ അവിടെ വന്ന് അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഇവരുടനെ ചെയ്തത് എന്താണ്? നിങ്ങൾക്ക് 10 മണി കഴിഞ്ഞാലും DJ പാർട്ടി നടത്താം, ഞങ്ങൾ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾ അധാർമികതയ്ക്ക് കൂട്ടുനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങുന്നു ഒരു വശത്ത്. രണ്ടാമത്തത് ഈ ഇത് തടയാൻ വേണ്ടി വന്ന അല്ലെങ്കിൽ നിയമം നടപ്പിലാക്കാൻ വേണ്ടി വന്ന പോലീസുകാർ അവരുടെ മതം അങ്ങ് ചകഞ്ഞെടുക്കുകയാണ്. എന്നിട്ട് അതൊരു ഹിന്ദു വിശ്വാസികളാണ് അല്ലെങ്കിൽ ഒരു നോൺ മുസ്ലിംസ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഹിന്ദു മതത്തിലെ പെട്ട ആളുകളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഉടനെ പിന്നെ പറയുന്നത് എന്താണ്? ഇത് സംഘി പോലീസാണ്, ആ പോലീസുകാരൻ സംഘിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ അങ്ങ് മാറ്റുന്നു. അപ്പോൾ ഇവരുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുക എന്നതിനും അപ്പുറത്തേക്ക് സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങളെ അവമതിക്കുക, അതിൻ്റെ മുകളിലേക്ക് തങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല സമൂഹത്തിലൊരു വർഗീയ ഒരു ചേരിതിരിവിന് പോലും വഴിവെക്കുന്ന ഒരു വളരെ ഒരു അപകടം പിടിച്ചൊരു ചിന്താഗതിക്കാരാണ് സത്യത്തിൽ ഈ കൂട്ടം ആളുകൾ എന്ന് പറയുന്നത്. ഇത് തീവ്രവാദമാണ് സത്യത്തിൽ, ഇത് ഫണ്ടമെൻ്റലിസമാണ് സത്യത്തിൽ എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇവരെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് താലിബാനിസമാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ അവർക്ക് കൊള്ളുന്നുണ്ട് നന്നായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ചർച്ചകളിലൊക്കെ നമ്മൾ ഇത് ചർച്ചയ്ക്ക് വരുമ്പോൾ അവരിൽപ്പെട്ടിട്ടുള്ള ആളുകൾ, ഇവർക്ക് പല പേരുകളുണ്ട്, ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ, അതുപോലെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ വന്നിരുന്നിട്ട് നേരം വെളുക്കുമ്പോൾ ഇപ്പം നമ്മുടെ ഭാഷയിൽ പറഞ്ഞ അസർബാങ്ക് കൊടുക്കുന്നത് വരേക്കും ഈ ശാസ്ത്രവും അതുപോലുള്ള സാധനങ്ങളൊക്കെ പറയും, അതല്ലെങ്കിൽ മാനവീയതയെക്കുറിച്ചൊക്കെ പറയും. എന്നിട്ട് അസർബാങ്ക് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ അവർ സംസാരിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന മതമാണ്, പിന്നെ താലിബാനിസമാണ് പറയുന്നത്. ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇത് വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ആരിഫ് സാർ, ഏത് കൂട്ടരാണ് അല്ലെങ്കിൽ ഏത് സംഘടനയിൽപ്പെട്ടവരാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവർ ജിന്നിൽ വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. മേശയുടെ വലിപ്പ് തുറന്നാൽ അതിനകത്ത് അത് വലിച്ചടയ്ക്കാൻ പാടില്ല, അതിനകത്ത് ജിന്ന് പെട്ടുപോകും എന്നൊക്കെയാണ് പറയുന്നത്. ഇത്തരം വാദങ്ങളൊക്കെ ഇന്നത്തെ കാലത്തും മുസ്ലിം സംഘടനകളിൽ നിലനിൽക്കുന്നു. അത് ഏറ്റുപിടിക്കാൻ ആളുകൾ, അതിലേക്ക് അംഗങ്ങൾ വരുന്നു. സാറ് പറഞ്ഞ പോലെ ചുരുക്കം ചിലരായിരിക്കാം, എങ്കിലും അത്തരക്കാർ ജീവിക്കുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിന് തന്നെ ഒരു ആപത്തല്ലേ? ഈ ജിന്നിൻ്റെ വിഷയം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ സെക്കൻഡറിയാണ്. ഓക്കെ, ഒരാൾക്ക് അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ മതഭേദമന്യേ എല്ലാ മതങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. ജിന്നിനെ കുറിച്ചുള്ള വിശ്വാസം, ഇപ്പോൾ ജിന്നിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു തമാശയായിട്ട് തോന്നും. ഈ പിശാചിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കും അത് എടുക്കേണ്ടതായിട്ട് വരില്ലേ? പിശാജ് അല്ലെങ്കിൽ മറുത, അങ്ങനെ പല പല പേരിൽ നമ്മൾ പറയും. ഗുളികൻ ഇറങ്ങിയെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോ മതവിശ്വാസത്തിലുള്ള സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ മണ്ടത്തരങ്ങൾ കൂടിയും കുറഞ്ഞും, ചില ആളുകൾ എക്സ്ട്രീം മണ്ടത്തരങ്ങൾ പറയുന്നു, ചില ആളുകൾ അത്രയും അങ്ങോട്ട് മണ്ടത്തരം ആവില്ല. അത്രേ വ്യത്യാസമുള്ളൂ. പറയുമ്പോൾ എല്ലാം മണ്ടത്തരം തന്നെയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കെട്ടുകഥകൾ തന്നെയാണ് ഒക്കെ. ഇപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തമാശ, ഈ മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നമായിരുന്നു ഈ ജിന്ന് വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾ പറയുന്നത് ജിന്ന് ഉണ്ട്, ജിന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും, അത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്നും ഇടപെടുന്ന ഒരു സാധനമാണെന്നൊക്കെ വിചാരിച്ചിട്ട് അതിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് ഈ മുജാഹിദ് വിഭാഗത്തിൽ. ഈ വിസ്ഡം ഗ്രൂപ്പ് അതിൽ നിന്ന് വ്യത്യാസമാണ്. പക്ഷേ അവർക്കുണ്ട് മണ്ടത്തരങ്ങൾ. ഇപ്പോൾ ഈ വിസ്ഡം ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ഇരുന്ന് തേഞ്ഞൊട്ടിപ്പോയിട്ടുള്ള ഒരാളാണ്. അവരുടെ ആ മണ്ടൻ വാദങ്ങൾ ഇതുപോലെ ഓഞ്ഞ ഉദാഹരണങ്ങളൊക്കെ വെച്ചിട്ട് അവിടുന്ന് ഓരോ ചാനലിലും ചെല്ലും, അവിടുത്തെ റിപ്പോർട്ടർമാർ അവരെ കളിയാക്കി വിടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അബ്ദുള്ള ബാസിൽ എന്നാണ് ആളുടെ പേര്. അവർ അൺമാസ്കിങ് എത്തീസം എന്ന് പറഞ്ഞ ആദ്യം ഒരു ചാനൽ തുടങ്ങി. അത് പിന്നെ ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അത് പിന്നെ മാറ്റിയിട്ട് അൺമാസ്കിങ് അനോമലീസ് എന്നാക്കിയിട്ട് മാറ്റി. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താ ഇപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ തന്നെയാണ് ഈ മൊത്തം അനോമലീസ്. അപ്പോൾ ഇത് ഇവർ അൺമാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകളുടെ അനോമലി അൺമാസ്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നപ്പോൾ എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തന്നെ അനോമലീസാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന ജിന്ന് വിവാദം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ജിന്ന് വിഭാഗത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇവരെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവർ കൊണ്ടുനടക്കുന്ന മണ്ടത്തരങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഭൂമി പരന്നതാണ് എന്ന് പറയുന്ന വാദം അത് ഖുറാനിലൊക്കെ ഉള്ളതാണ്. ഇത് അവർക്ക് അംഗീകരിക്കാതെ പറ്റില്ല. അതേപോലെ ഓരോ വിഷയം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചന്ദ്രനെ പിളർത്തുക എന്ന് പറയുന്നൊരു വിഷയം ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. പക്ഷേ ഇതേ അബ്ദുള്ള ബാസിൽ
ഈ ചന്ദ്രനെ പിളർത്തുന്നത് വിശ്വസിക്കുന്ന ആളാണ്. അതിൽ തെറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആൾ. അതിന് വേണ്ടിയിട്ട് നുണ വരെ സമ്മതിക്കുന്നു. അത് പിളർന്നത് കണ്ടിട്ട് ഇവിടെ ചേരാമാൻ എന്തോ ഇസ്ലാം മതം സ്വീകരിച്ചു, മക്കയെ പോയി എന്നൊക്കെ പറയുന്ന കഥ, കെട്ടുകഥ, അതുപോലും വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ ജിന്നിൻ്റെ കഥ പറയുമ്പോൾ ചിരിക്കുകയും എന്നിട്ട് ചന്ദ്രനെ പിളർത്തി എന്ന് പറയുന്ന കഥ കേൾക്കുമ്പോൾ അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു മണ്ടൻ. അത്രയേ ഉള്ളൂ ഈ പറയുന്ന ആളുകളൊക്കെ. അത് കൂടിയ മണ്ടനാര് കുറഞ്ഞ മണ്ടനാര് എന്നത് മാത്രം ആണ് ഇവിടുത്തെ ഒരു വിഷയമായിട്ട് വരുന്നുള്ളൂ. ബാക്കി മണ്ടത്തരമൊക്കെ ഇവർ കൊണ്ടു നടക്കുന്നതൊക്കെ ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇവരെ അളക്കുന്നതിനേക്കാളും ഞാൻ പ്രാമുഖ്യം കൊടുക്കുന്നത് ഇവർ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രശ്നമാണ്. അവരുണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഒന്ന്, എല്ലാത്തിനും മുകളിലാക്കിക്കൊണ്ട്, അതായത് നമ്മളുടെ മതേതരമായിട്ടുള്ള എക്സിസ്റ്റൻസിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലേക്ക് മതത്തെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുൽസിതമായ ശ്രമം. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നിരന്തരം നമ്മൾ കാണുകയാണ്. അത് ഓരോ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒന്നത്. രണ്ട്, ഇവർക്കെതിരെ പറയുന്ന ആളുകളെ മുഴുവൻ ഏതെങ്കിലും വിധേന ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഇത് സംഖ്യയാണ്, ഇത് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് മതവിരോധിയാണ്, ഇസ്ലാമോഫോബാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ട് അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം. അതൊന്നും ആ പരിപ്പുകളൊന്നും ഇനി വേവാൻ പോകുന്നില്ല. അതൊക്കെ ഈ വിഷയത്തിൽ നമ്മൾ കണ്ടു. ഈ ചാനൽ ചർച്ചയിലൊക്കെ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. പച്ചയായിട്ട് അവരെ വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അന്നേരം അവർ കാണിക്കുന്നത് എന്താണ്? ഞങ്ങളുടെ മതത്തെ വിമർശിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരാം, ധൈര്യം ഉണ്ടെങ്കിൽ വാടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കൊച്ചിൻ ഹനീഫ സ്റ്റൈലുള്ള പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ഉള്ളിലുള്ള നീലക്കുറുക്കൻ അറിയാതെ കൂവിപ്പോയിട്ടുണ്ട്. ഇത് കുറേ നാളുകളായിട്ട് ഇവിടെ ഉണ്ട്. ഇവർ കുട്ടികളുടെ ഇടയിൽ വലിയ സ്വാധീനമാണ് ഇവർ നടത്തിക്കൊണ്ടത്. കാരണം ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ടൊരു യുവ വിഭാഗമുണ്ട്, വിസ്ഡം യൂത്ത് എന്ന് പറഞ്ഞിട്ട്. ഇവർ ചെയ്യുന്ന എന്താണ്? ഈ പറഞ്ഞ മാതിരി അസർവാങ്ക് കൊടുത്തു കഴിയുമ്പോൾ മതമാണ് പറയുക. പക്ഷേ അസർവാങ്ക് വരെ ഇവരെന്താ ചെയ്യുന്നത്? ഇവർ എൻട്രൻസ് കോച്ചിങ് നടത്തുന്നു, അതുപോലെ പല കാര്യങ്ങൾ നടത്തുകയാണ്. എന്നിട്ട് ഇതേ ആളുകൾ പകല് അസർവാങ്ക് വരെ ശാസ്ത്രം പറയും, അത് കഴിഞ്ഞാൽ പിന്നെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും പറയും. ഇതാണ് അതിലെ കഥ. അങ്ങനെ ഈ അടുത്തൊരു സംഭവം ഉണ്ടായത്, നമ്മളുമായിട്ടൊരു ചർച്ചയുണ്ട്. ഈ ഫൈൻ ട്യൂണിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഈ ഭൂമിയൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ദൈവമാണ് ചെയ്തിരിക്കുന്നത്, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്നു, അതിൻ്റെ കാരണങ്ങൾ ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഗതി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഭൂമി ഇങ്ങനെ ആയത് ഇത് ഫൈൻ ട്യൂണിങ് ആണ്, ഇതൊരു ദൈവം ഉണ്ടാക്കിയതാണ് എന്ന വാദമാണ് ഇവർ വെക്കുന്നത്. എന്നിട്ട് ഇതേ ആളുകൾ തന്നെയാണ് IIT കോച്ചിങ് എന്നൊക്കെ പറഞ്ഞ്, എൻട്രൻസ് കോച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിട്ട് പഠിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ചർച്ചയാവുകയും നമ്മുടെ ചാനലിൽ ഇത് വ്യാപകമായിട്ട് ഇത് ഒരു വലിയ വിഷയമായിട്ട് മാറുകയും ചെയ്തപ്പോൾ ഈ സംഗതി വീക്ഷിക്കാനിടയായിട്ടുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ നമ്മൾ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഒരു ഫോൺ നമ്പർ വെച്ചിട്ടുണ്ട്, കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്തേക്ക് അവർ രഹസ്യമായിട്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് നന്ദിയാണ് പറയുന്നത്, ഇവരെ എക്സ്പോസ് ചെയ്തത് നന്നായി എന്നും പറഞ്ഞുകൊണ്ട്. കാരണം അതോടുകൂടി ഇവരുടെ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ക്ലാസ്, ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് നിർത്തി, അവരുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്നത് നിർത്തി. കാരണം ഇവർ യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം ഇന്നതാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ വഴി വെച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം. ഇതിപ്പോൾ ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഒരു നല്ലൊരു ഉദാഹരണം UK എന്ന് നമുക്കുണ്ടായിട്ടുണ്ട്. അത് ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അതായത് ഹിസ്ബുത്ത് തഹരീറിൻ്റെ ഒരു നേതാവ്, ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. ഇതേപോലെ വിസ്ഡം എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം. അപ്പോൾ ഇത് ഹിസ്ബുത്ത് തഹരീർ കുറച്ചുകൂടി ഗ്ലോബൽ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാ രാജ്യങ്ങളിലും, ഈവൻ ഇന്ത്യയിൽ പോലും അത് ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഈ സംഘടനയുടെ UK ഉണ്ടായിരുന്ന ഒരു നേതാവ്, ഒരു ഷൈബ എന്നാണ് ആളുടെ പേര്. ഈ ഡോക്ടർ അവിടുത്തെ ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്, അവിടുത്തെ GP ആണ് ഈ NHSൻ്റെ അണ്ടറിൽ. അങ്ങനെ GP ആയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ അടിയിൽ ഇരിക്കെ ഇതുപോലെ അസർവാങ്ക് വരെ ആൾ, നല്ല അസൽ ഡോക്ടർ, ഓക്കെ, രാവിലെ വരുന്നു, രോഗികളെ നോക്കുന്നു, ഒക്കെ ചെയ്യുന്നു. എന്നിട്ട് ഈ 5 മണി ഈ അസർവാങ്കം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആൾ പോകുന്നത് തീവ്രവാദം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് പിന്നെ ഹോമോഫോബിക് ആകുന്നു. അതുകൂടാതെ ഇതുപോലെ തീവ്രവാദത്തിന്, ജിഹാദിന് വേണ്ടിയിട്ട് കോൾ ഔട്ട് ചെയ്യുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് സത്യത്തിൽ ആളെ കുഴപ്പത്തിലാക്കിയത്. ആളവിടെ വന്നിട്ട് പറഞ്ഞത്, ആഹ്വാനം ചെയ്തത് മുസ്ലിങ്ങൾ മുഴുവൻ ഒന്നിക്കണം, നമുക്ക് ഇസ്രായേലിനെതിരെ ജിഹാദ് ചെയ്യണം എന്നും പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അതാണ് ചർച്ചയാവുകയും പിന്നെ ആളുടെ പിന്നാലെ കൂടുകയും ആളുടെ ജിഹാദി തരം ഈ അസർവാങ്കിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ വെളിച്ചത്ത് വരെയും ആളെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. ആ സംഘടന എന്ന് പറയുന്നത് പ്രോസ്ക്രൈബ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതേപോലെ ചെയ്യുന്ന ഒരു കൂട്ടമാണ് സത്യത്തിൽ ഈ പറയുന്ന ആൾ. അവർക്കൊരു ഗ്ലോബൽ പ്രസൻസ് ഇല്ല എന്നേ ഉള്ളൂ. പക്ഷേ അവർ പിന്തുടരുന്ന മോഡൽ അത് താലിബാനിസം തന്നെയാണ്. അത് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞ് നമ്മളുടെ സെക്യൂരിറ്റി ഫോഴ്സസ്, ഏജൻസീസ് ഇതിന് കൃത്യമായിട്ട് കൂച്ചുവലം ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിയമം കൊണ്ട് ഇവർ നടത്തുന്ന കാര്യങ്ങളെ തടയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള വഴികളിലൂടെ ഇവരുടെ പ്രവൃത്തികളെ നമ്മൾ വിമർശിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവർ എടുത്തു വെക്കുന്ന തീട്ടൂരങ്ങൾ വകവെക്കാതെ അവർക്കെതിരെയുള്ള വിമർശനങ്ങൾ നമ്മൾ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവർ നടത്തുന്ന ചില
ത്രെറ്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾ ഞങ്ങളുടെ മതത്തെ അവഹേളിച്ചാൽ ഞങ്ങൾ ഇപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന സാധനത്തെ നമ്മളെടുത്ത് ചവറ്റുകൊട്ടയിൽ ഇടണമെന്നാണ് ഞാൻ പറയുക. ആ രീതിയിൽ പുല്ല് വില പോലും കൊടുക്കാതെ അതിന് കൃത്യമായ രീതിയിൽ നമ്മൾ ആ ഒരു തരത്തിലുള്ള മതവിമർശനമായിട്ട് മുന്നോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർ വളരും. ഇവർ മുസ്ലിങ്ങളെ കൊലയ്ക്ക് കൊടുക്കും, നമ്മുടെ സമൂഹത്തിൽ വർഗീയത നിറയ്ക്കും, ഇവർ സമൂഹത്തിൽ തീവ്ര ഇസ്ലാമിക ആശയങ്ങൾ നടത്തും. ഈ അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ മറ കെട്ടിയിട്ട് ക്ലാസ് നടത്തുന്ന ഒരു പരിപാടി. ഇദ്ദേഹം തന്നെ ഒരു ക്ലാസ് നടത്തിയത് ഇവിടെ വലിയ ചർച്ചയായതാണ്. മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ക്ലാസ് നടത്തിയപ്പോൾ ആണും പെണ്ണും വേർതിരിച്ച് ഇവിടെ ഇരുത്തിയപ്പോൾ നമ്മളതിനെ വിമർശിച്ചു, അത് ചൂണ്ടിക്കാണിച്ചു ഇത് താലിബാനിസമാണ് എന്ന് നമ്മൾ പറയും. ഇത് നമ്മൾ കേരളത്തിൽ നടത്തുന്ന കൂട്ടം ആളുകളുണ്ടെങ്കിൽ അതാണ് ഇവർ. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം. ഇവർ യഥാർത്ഥത്തിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു സോഫ്റ്റ് ഫോമാണ് നിലവിൽ. പക്ഷേ അതിപ്പോൾ കുറേശ്ശെ ഹാർഡൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കൂടുതൽ ഹാർഡൻ ആയിക്കഴിഞ്ഞാൽ സമൂഹം വലിയ കുഴപ്പത്തിലേക്ക് പോകും. ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പിന്നാലെ സെക്യൂരിറ്റി ഒഫീഷ്യൽസ് കൂടേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഐഡിയോളജിക്കലി അവർ ഉണ്ടാക്കുന്ന കുഴപ്പം വളരെ വലുതാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു നേതാവ് എന്ന് പറയുന്നത് ആരിഫ് സാർ സൂചിപ്പിച്ചതുപോലെ ഈ അബ്ദുൾ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ഒരു ഡോക്ടറാണ്. മാത്രമല്ല ഏറ്റവും ഒടുവിൽ അദ്ദേഹം ട്രോളുകളിലും മീമുകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത് സൂംബയ്ക്ക് പകരം സ്കൂളുകളിൽ കഥകളി പഠിപ്പിച്ചുകൂടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ ഇതാണ് വിസ്ഡം എന്ന് നമുക്ക് ചുരുക്ക രൂപത്തിൽ പറയാൻ സാധിക്കും. പക്ഷെ ആരിഫ് സാർ തന്നെ ഈ ചർച്ചയ്ക്കിടയിൽ സൂചിപ്പിച്ചതുപോലെ ഇത് ഇപ്പോൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ഇത് ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം വളരെ വലുതാണ്. യുവതലമുറയിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് പോട്ടെ, മദ്രസകളിൽ ചെന്ന് പഠിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ വാങ്കിന് ശേഷം ഇവർ സമൂഹത്തിൽ ഒന്നാകെ പരത്തിവിടുന്ന ഒരു തരം വിഷമുണ്ട്. അത് പടർന്നു പിടിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളിലാണെന്ന കാര്യം നമ്മുടെ സമൂഹം മറക്കരുത് എന്നുള്ളതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ആരിഫ് സർ. ബാങ്കിന് ശേഷമല്ല, അസർ ബാങ്ക് എന്ന് തന്നെ കൃത്യമായിട്ട് പറയണം. അത് 5 മണിക്ക് അല്ലെങ്കിൽ അത്തരം വേർഡുകൾ, അത്തരം വാക്കുകൾ പരിചിതമില്ലാത്തത് കൊണ്ടാണ്. എന്തായാലും താങ്ക് യു ആരിഫ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.